ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെൻറ്റോണിക്കിൻ്റെ ജെൽ പെന്നാണ്. 12 ഷെയ്ഡുള്ള പെൻറ്റോണിക്കിൻ്റെ ജെൽ പെൻ. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ് ഇതിന് വരുന്നത്, പ്ലാസ്റ്റിക് പാക്കിംഗ്. ഫ്രണ്ടിൽ തന്നെ പെൻറ്റോണിക്ക് ജെൽ പെൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് റീഫില്ലബിൾ ജെൽ പെന്നാണെന്ന് എഴുതിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ജെൽ ലിങ്കാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 12 ജെൽ പെന്നുണ്ട്, 12 ഷെയ്ഡിൻ്റേത്. 150 രൂപയാണ് പാക്കറ്റിൻ്റെ വില എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കളേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഒരു 4 ഷെയ്ഡ് 6 mm, പിന്നെ 6 ഷെയ്ഡ് 7 mm, 1.0 mm നിബാണ് വരുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള പെന്നാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതിൽ ഒരു പെന്നെടുത്ത് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 0.6 mm ജെല്ലാന്ന് എഴുതിയിട്ടുണ്ട്. പെൻറ്റോണിക് 0.6 mm ജെല്ല്. നല്ല അട്രാക്റ്റീവ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പോക്കറ്റിൽ കുത്താനുള്ള ഒരു പിന്നില്ലേ, അത് ഈ പേനയ്ക്കില്ല കേട്ടോ. അതിൻ്റെ കളറ് തിരിച്ചറിയാൻ ഇവിടെ ബ്ലാക്ക് പെൻ എടുത്താലും ബ്ലാക്ക് പെന്നിലും ഇതുപോലെ തന്നെ ഇവിടെ ബ്ലാക്കിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 0.6 mm നിബ്. ജെൽ പെന്നിൻ്റെ അത്യാവശ്യം വലിയൊരു റീഫില്ലറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 0.6 mm ജെല്ല് വരുന്നത് ഒരു ഗ്രീൻ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്. ഈ 4 കളറാണ് 0.6 mm ജെല്ലായിട്ട് വരുന്നത്. 0.7 mm പെന്നുകളിൻ്റെ അത് വരുന്നത് ഒരു ബ്രൗൺ പെന്നുണ്ട്, ഒരു പിങ്ക് പെന്നുണ്ട്, ഒരു വയലറ്റ് പെന്നുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ, ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ ഓറഞ്ച്. ഇത്രയും പെന്നാണ് 0.7 mm പെൻ ഈ സെറ്റിൽ വരുന്നത്. ഇനി ബാലൻസ് ഉള്ളത് 2 പെന്നാണ്. 1.0 mm ജെല്ലുകളാണ് വരുന്നത്. അത് വരുന്നത് ഒരു ഗോൾഡനും ഒരു സിൽവർ കളറും. അതിൻ്റെ 2 കളറാണ്. 1.0 mm ജെല്ല് വരുന്നത് ഈ 2 പെന്നുകളാണ് ഈ സെറ്റിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ പെന്നുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. 0.6 mm ജെൽ പെന്ന് റെഡ്, അത് നമുക്ക് എഴുതി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്മൂത്ത് റൈറ്റിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റും. നല്ല ബോളിന് നല്ല സ്പീഡുണ്ട്. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഷെയ്ഡ് 0.7 mm ഓറഞ്ച് ഷെയ്ഡ്. ഇതിന് എഴുതി നോക്കാം. ഇതും അത്യാവശ്യം നല്ല ഒരു സ്പീഡിൽ എഴുതാൻ പറ്റുന്ന ഒരു ജെൽ പെൻ തന്നെയാണ്. അടുത്ത 1 mm ഗോൾഡൻ പെൻ വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാണ് നമ്മൾ എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. അതിൻ്റെ അത് തിക്നെസ്സിൽ നമുക്കറിയാം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കവറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വാട്ടർ പ്രൂഫ് ജെല്ലിങ്കാണ്. അപ്പോൾ നമുക്കത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? എങ്കിൽ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രിബ്ലിംഗ് പാഡിൽ നിന്ന് 2 പേപ്പർ എടുത്തിട്ടുണ്ട്. 1, 2 2 രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 0.6 mm, 0.7 mm, 1 mm അതിൻ്റെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ ഈ വാട്ടർ പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെള്ളം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ മാറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല. വെള്ളത്തിൽ ഇട്ടിട്ടും അത് ഫെയ്ഡായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നത് വാട്ടർ പ്രൂഫ് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ ടെസ്റ്റിൽ അത്യാവശ്യം നല്ലൊരു വാട്ടർ പ്രൂഫ് ഇങ്ക് ആണെന്നാണ് തെളിയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ വാട്ടർ പ്രൂഫ് ആണോ എന്നറിയാണ്ട് വേറൊരു രീതിയിലും കൂടെ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് നിറയെ വെള്ളമാണ്. ഇതിൽ നമുക്ക് ഇതിനെ മുക്കി അടിച്ചു നോക്കാം. ഓറഞ്ച് ഷെയ്ഡും ഈ ബ്ലൂ ഷെയ്ഡും ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ബാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ബാക്കിയൊന്നും പോയിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത ടെസ്റ്റ് പ്രകാരം നമ്പർ 1 ഉണങ്ങിയതിന് ശേഷമുള്ള പേപ്പറിൻ്റെ ഇതാണ്. അതിൽ ആദ്യത്തെ റെഡിൽ എഴുതിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിന് ഫെയ്ഡൊന്നും സംഭവിച്ചിട്ടില്ല. ഓറഞ്ചിൽ എഴുതിയത് ഫെയ്ഡായി പോയിട്ടുണ്ട്. അത് വാട്ടർ പ്രൂഫ് അല്ല. ഓറഞ്ചിൽ എഴുതിയതിന് നല്ല രീതിയിൽ ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഗോൾഡനാണ്. ഗോൾഡനിലും ഫെയ്ഡ് സംഭവിച്ചിട്ടില്ല. ക്വാളിറ്റി ഇങ്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മാർക്ക് ചെയ്യാനായിട്ട് നമ്പർ 1 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബ്ലൂവിലായിരുന്നു. അത് നല്ല രീതിയിൽ ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ രീതിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ടെസ്റ്റ് ചെയ്തത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം നോക്കുമ്പോഴത്തേന് അതും റെഡ് ഒരു ഫെയ്ഡും സംഭവിച്ചില്ല. അതേ ക്വാളിറ്റി റെഡ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഓറഞ്ച് നല്ല രീതിയിൽ ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. ഗോൾഡനും ഫെയ്ഡൊന്നും സംഭവിച്ചിട്ടില്ല. ഓറഞ്ച് ഷെയ്ഡിന് മാത്രമാണ് ഫെയ്ഡ് ഓറഞ്ചിനും പിന്നെ മാർക്ക് ചെയ്യാൻ നമ്മൾ 2 എന്ന് നമ്പർ മാർക്ക് ചെയ്തിരിക്കുന്ന ബ്ലൂവിനും ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. ഇത് പല കളർ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ടെന്നാണ് നമ്മൾ മുമ്പേ നടത്തിയ ടെസ്റ്റിൽ മനസ്സിലായത്. കളർ അനുസരിച്ച് ഇത് ഫെയ്ഡ് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ കളറും ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഓർത്ത് എല്ലാ കളറും കൂടെ ഒരു പേപ്പറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 12 ഷെയ്ഡുണ്ട്. 12 ഷെയ്ഡും വരച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ കളറാണ് ഫെയ്ഡ് ആകുന്നതെന്ന് അറിയാമല്ലോ. അത് മുമ്പത്തെ പോലെ തന്നെ ഒരു ബഗുതറ വെള്ളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിലോട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം. ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് നമ്പർ 5 ആയിട്ടുള്ള വയലറ്റിന് ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. 6 ഓറഞ്ചിന് ചെറിയ ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. 8ാമത്തെ ലൈറ്റ് ബ്ലൂ അതിന് ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. 9ാമത്തെ ലൈറ്റ് ഗ്രീന് അത് ഫെയ്ഡ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ഫെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 4 അതായത് 0.6 mm പിന്നുകൾക്ക് ഒരു ഫെയ്ഡും സംഭവിച്ചിട്ടില്ല. അത് നല്ല ക്വാളിറ്റിയോടുകൂടെ തന്നെ നിൽക്കുന്നുണ്ട്. 0.7 mm പിന്നുകൾക്കാണ് ഫെയ്ഡ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 1 mm പെന്നിനും ഫെയ്ഡുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ആ പേപ്പർ ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഇതിന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആദ്യത്തെ 4 ഒരു ഫെയ്ഡും സംഭവിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് കറക്റ്റ് പക്ക വാട്ടർ പ്രൂഫ് തന്നെയാണ്. അതിനുശേഷമുള്ള 5, 6, 7 വലിയ കുഴപ്പമില്ല. 8, 9 ഇതൊന്നും കാണാനേ ഇല്ല. എല്ലാം ഫെയ്ഡായി പോയിട്ടുണ്ട്. അതൊന്നും വാട്ടർ പ്രൂഫ് അല്ല എന്ന് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. 10ാമത്തെ റോസ് അതിന് ചെറിയൊരു ഫെയ്ഡ് തട്ടിയിട്ടുള്ളൂ, എങ്കിലും നമുക്ക് വ്യക്തമായി കാണാം. 11ാമത്തേത് സിൽവറാണ്. അതാണ് നമുക്ക് കാണാൻ ചെറിയൊരു വൈറ്റ് പേപ്പറിൽ സിൽവർ എഴുതിക്കുന്നുണ്ട്, കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്. എങ്കിലും അത് ഫെയ്ഡായിട്ടൊന്നുമില്ല. അത് 0.1 mm ആണ്. 1 mm പെന്നാണ് ഈ സിൽവറും ഗോൾഡും. അതിന് ഫെയ്ഡ് സംഭവിച്ചിട്ടില്ല. ഈ 0.67 mm പെന്നിന് മാത്രമാണ് ഫെയ്ഡുകൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഈ പെന്നിൻ്റെ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് നോക്കി. പെന്നിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.